മക്കളെ, നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് വന്ന് നമ്മൾ എന്നാൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത എക്കണോമിക്സിലൊരു പ്രോബ്ലം ആണിത്. അപ്പം നമ്മൾ എക്സാമിന് വന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇത്തവണ ചെയ്ത് പഠിക്കേണ്ടത്. ഇതുവരെ പഠിച്ച രീതിക്കല്ല പഠിക്കേണ്ടത്. അപ്പോൾ ഇനിയുള്ള എക്സാമിന് എങ്ങനെ വരും, മോഡൽ എക്സാമിൽ എങ്ങനെ വരും, ഫൈനൽ എക്സാമിന് എങ്ങനെ വരും, അത് നമ്മൾ എന്തിൽ നിന്നും മുൻകൂട്ടി മനസ്സിലാക്കണം? ഈ ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും മുൻകൂട്ടി മനസ്സിലാക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി പഠിക്കണം, ഇതുവരെ പഠിച്ചിട്ടില്ല, ബേസ് ഇല്ല, അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോഴാണ് സീരിയസ്നെസ് വന്നുള്ളൂ, വൈകിപ്പോയി എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഫെബ്രുവരി 1 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജാനുവരിയിൽ നമ്മൾ ഫുൾ പോർഷനും പഠിപ്പിച്ചതാണ്. ആ ഒരു ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഹയർ ലെവലിലുള്ള ഒരു ബാച്ചാണ് ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അത് വച്ച് അനലൈസ് ചെയ്ത് ഫൈനൽ എക്സാമിന് വരാനുള്ള ചോദ്യങ്ങളും മോഡൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ +2, +1 അല്ലെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് ഏതാണോ അത് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ലേറ്റ് ആയിപ്പോയിന്ന് ഇനി തോന്നരുത്. 499 രൂപ അടച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ പഠിപ്പിച്ചു തരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ആയിക്കോളാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വന്ന എക്കണോമിക്സിൻ്റെ ഒരു ചോദ്യമാണ്. ദ ഫോളോയിങ് ടേബിൾ ഷോസ് എ കോസ്റ്റ് ഷെഡ്യൂൾ ഓഫ് എ ഫേം, പ്രൈസ് ഓഫ് ഈച്ച് യൂണിറ്റ് 15, TR പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നമ്മൾ എല്ലാ തവണയും TVC കാണാനും TC കാണാനും TFC കാണാനും ഒക്കെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടാണ് പോയത്. TRും പ്രോഫിറ്റും ചോദിക്കും നമ്മൾ കരുതിയില്ല. എങ്ങനെയാണ് അപ്പോൾ TR കാണും? TR എന്ന് വെച്ചാൽ ടോട്ടൽ റവന്യൂ എന്നാണ് അർത്ഥം. ഒരു ഫേമിൻ്റെ, നമുക്കിവിടെ വേറെ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ടോട്ടൽ റവന്യൂ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണത്തിൻ്റെ വില 15 രൂപയാണ്. ഒരെണ്ണത്തിൻ്റെ വില കേട്ടോ, ഒരെണ്ണം മനസ്സിലാക്കാൻ വേണ്ടി മലയാളത്തിൽ തന്നെ എഴുതാം. ഒരെണ്ണത്തിൻ്റെ വില 15 രൂപ. അപ്പം നമ്മൾ ഒറ്റ എണ്ണവും പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും റവന്യൂ ഉണ്ടോ? ഇല്ല. അവിടെ റവന്യൂ എത്രയാ? 0 ആണ്. ഒറ്റ എണ്ണം പ്രൊഡ്യൂസ് ചെയ്തില്ല. ദെൻ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഒരെണ്ണമാണ്. അപ്പോൾ ആ ഒന്ന് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുക? 15 രൂപ കിട്ടുന്നത്. അതാണ് നമ്മുടെ റവന്യൂ. ഇനി 2 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 × 15, 2 എണ്ണം അല്ലേ, ഒരെണ്ണത്തിന് 15 രൂപ. അപ്പം അങ്ങനെ എത്ര രൂപ കിട്ടും? 30 രൂപയാണ് നമ്മുടെ റവന്യൂ. ഇനി 3 എണ്ണം വിറ്റു എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് 3 എന്ന് പറയുമ്പോൾ 3 × 15, അങ്ങനെ 15 മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഔട്ട്പുട്ട് വെച്ചിട്ട്. അപ്പം 45 കിട്ടി. ദെൻ 4 × 15 ചെയ്യുമ്പോൾ 60, 5 × 15 ചെയ്യുമ്പോൾ 75, 6 × 15 ചെയ്യുമ്പോൾ 90, ദെൻ 7 × 15 ചെയ്യുമ്പോൾ 105, 8 × 15 ചെയ്യുമ്പോൾ 120. ഈ 15 എവിടെ നിന്നാണ് വന്നത്? ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഒരെണ്ണം വിറ്റാൽ കിട്ടുന്ന ഒരെണ്ണത്തിൻ്റെ വിലയാണ് 15. ഇനി പ്രോഫിറ്റ് കാണണം. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ചാൽ മതി. ടോട്ടൽ റവന്യൂ ഇതാണ്, ടോട്ടൽ കോസ്റ്റ് ഇതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം കേട്ടോ കുറയ്ക്കാൻ. അപ്പോൾ 0 - 5. ഓക്കെ, 0 - 5 = -5. ഇനി 15 - 20, അതും എന്താണ്? -5. ദെൻ 30 - 33, അപ്പോൾ എത്ര കിട്ടും? -3 കിട്ടും. ദെൻ 45 - 45, 0. ദെൻ 60 - 55, 5. 75 - 60, 15. 90 - 80, 10. ദെൻ 105 - 100, 5. 120 - 115, 5. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്? കാൽക്കുലേറ്റ് ടോട്ടൽ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഈച്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഔട്ട് ദ ഔട്ട്പുട്ട് ലെവൽ അറ്റ് വിച്ച് പ്രോഫിറ്റ് ഈസ് മാക്സിമം. ഇതിൽ ഏത് ഔട്ട്പുട്ട് ലെവലിലാണ് പ്രോഫിറ്റ് മാക്സിമം ആയിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ലെവൽ എത്രയാ? 5. അപ്പോൾ എഴുതാ അറ്റ് ഔട്ട്പുട്ട് ലെവൽ 5 the firm earns maximum profit. The firm earns maximum profit of ₹15 എന്ന് എഴുതിയാൽ അതും കിട്ടി. എത്ര മാർക്കിന് വന്ന ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്? 4 മാർക്കിന് വന്നിരിക്കുന്ന ചോദ്യമാണ്. 4 മാർക്കിനല്ലല്ലോ, 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണല്ലേ.
2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. എന്തായാലും ആ 2 മാർക്ക് നമ്മൾ മിസ്സാകരുതല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ മനസ്സിലായെന്നുണ്ടെങ്കിൽ ഓക്കെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.